നമ്മുടെ നോൺ വെജൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രിഞ്ചാൾ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. ചോറിൻ്റെ കൂടെ കുറച്ച് മോരും ഈ വഴുതനങ്ങ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം. ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ട് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രിഞ്ചാളിൻ്റെ ഉള്ളിലേക്ക് നന്നായി മസാല പിടിക്കുകയും നന്നായി കുക്കായും കിട്ടും. ഇനി ഇതിന് വേണ്ട മസാലയ്ക്ക് ആവശ്യമായിട്ട് 5-6 കാശ്മീരി ചില്ലിയും കുറച്ച് ഗാർലിക്കും മല്ലിയും കുരുമുളകും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും എണ്ണയും നാരങ്ങ നീരും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇനി അധികം പണിയൊന്നുമില്ല. ഈ മസാല നമുക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ഫിഷൊക്കെ വറുത്തെടുക്കില്ലേ, അതേപോലെ ഇതിനെ ഒന്ന് നന്നായി വേവിച്ചും ഫ്രൈ ചെയ്തും എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും അതിൻ്റെ ഉള്ളൊന്നും വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും.